ന്യായപ്രമാണം എത്ര വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായി? ഓപ്ഷൻ എ 100 വർഷം, ഓപ്ഷൻ ബി 300 വർഷം, ഓപ്ഷൻ സി 430 വർഷം. ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിസി ബൈബിൾ ക്വിസ് എല്ലാവർക്കും അനുഗ്രഹമാണെന്ന് കരുതുന്നു. കൂടുതൽ മുഖവുരകളൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. വേഗത്തിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ 2 കൊരിന്ത്യർ 8 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ബലഹീനതയാൽ ക്രൂശിക്കപ്പെട്ടിട്ടും എന്തിനാലാണ് ജീവിക്കുന്നത്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ ബി ദൈവശക്തിയാൽ, 13:4. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: തീത്തോസ് പൗലോസിന് ആരായിരുന്നു? ഉത്തരം ഇതാണ്. ഓപ്ഷൻ ബി കൂട്ടാളി, 8:23. മൂന്നാമത്തെ ചോദ്യത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു. അപ്പോൾ തന്നെ പല പ്രിയപ്പെട്ടവരും വന്ന് തിരുത്തി. നമ്മുടെ ചോദ്യം ഇതായിരുന്നു: മാതാപിതാക്കൾ മക്കൾക്ക് എന്തു ചെയ്യണം? തിരുത്തി തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുകയാണ്. ഉത്തരം ഇതാണ്. ഓപ്ഷൻ എ ശേഖരിക്കണം, 12:14. ശേഖരിക്കണമെന്നാൽ നമ്മുടെ വചനത്തിൽ കാണുന്നത് ചരദിക്കണമെന്നാണ്. ചരദിക്കണമെന്നാൽ അതിൻ്റെ അർത്ഥം ശേഖരിക്കണം എന്നാണ്. നാലാമത്തെ ചോദ്യം ഇതാണ്: പൗലോസിന് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം എന്താണ്? ഉത്തരം ഇതാണ്. 2 കൊരിന്ത്യർ 12:3 കാണാം: ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ പൗലോസിന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: പരസ്പരം ചെയ്യേണ്ട ഒന്ന് എന്താണ്? 13:12 കാണാം: വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. അപ്പോൾ പരസ്പരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ചുംബനമാണ്. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസും കൂട്ടരും ക്രിസ്തുവിൽ എങ്ങനെയായിരുന്നു? ഉത്തരം ഇതാണ്. 13:4 കാണാം: ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഏഴാമത്തെ ചോദ്യം ഇതാണ്: പൗലോസ് എങ്ങനെയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്നാണ് നിരൂപിക്കുന്നത്? ഉത്തരം ഇതാണ്. 11:5 കാണാം: അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലൻ എന്ന്. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: പോയ വർഷം എന്ന് പറയുന്നതിനുള്ള മറ്റൊരു പദം ഏതാണ്? ഉത്തരം ഇതാണ്. 2 കൊരിന്ത്യർ 9:2 കാണാം: കീഴാണ്ട്. കീഴാണ്ടെന്ന് പറഞ്ഞാൽ പോയ വർഷം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസിന്റെ ലേഖനങ്ങൾ എങ്ങനെയുള്ളവയായിരുന്നു? ഉത്തരം ഘനവും ഊറ്റവുമുള്ളവ, 10:10. പത്താമത്തെ ചോദ്യം ഇതായിരുന്നു: പഴയ നിയമ പിതാക്കന്മാരിൽ ഒരാൾ അനുഭവിച്ച കഷ്ടത പൗലോസും അനുഭവിച്ചു. പഴയ നിയമ പിതാവ് ആരാണ്? കഷ്ടത എന്താണ്? ഉത്തരം ഇതാണ്. പഴയ നിയമ പിതാവ് യാക്കോബ്. കഷ്ടത ശീതം. ഉൽപ്പത്തി 31:40 കാണാം: ശീതം കൊണ്ട് ഞാൻ ക്ഷയിച്ചു എന്ന് യാക്കോബ് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 11:27 കാണാം: പൗലോസും ശീതം അനുഭവിച്ചതായിട്ട്. ഇതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. പല പ്രിയപ്പെട്ടവരും ഇയ്യോബിനെയും പൗലോസിനെയും കൂടെ താരതമ്യപ്പെടുത്തി എഴുതിയിട്ടുണ്ട്. ഇയ്യോബിനെ നമ്മൾ പൊതുവെ പറയുന്നത് പഴയ നിയമ ഭക്തൻ എന്നാണ്. അതുപോലെ തന്നെ യോസഫ് എന്ന് പറയുന്ന ഗോത്ര പിതാക്കന്മാരുടെ പട്ടികയിലാണ് യോസഫ് വരുന്നത്. പഴയ നിയമ പിതാക്കന്മാരെന്ന് പറയുമ്പോൾ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഈ 3 പേരെയാണ് പഴയ നിയമ പിതാക്കന്മാരെന്ന് നാം പഠിക്കുന്നത്. ഇനി അങ്ങനെയല്ല, നിങ്ങളുടെ അറിവിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പങ്കുവെക്കാവുന്നതാണ്. നമുക്ക് പരസ്പരം ദൈവവചനം പഠിക്കുവാനായിട്ട് അത് കാരണമായി തീരും. പലപ്പോഴും നാം പഠിക്കുകയും പല ദൈവദാസന്മാരിൽ കൂടിയൊക്കെ പ്രസംഗിച്ചും കേട്ടിട്ടുള്ളത് പഴയ നിയമ പിതാക്കന്മാരെന്ന് പറയുന്നത് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. അതുകൊണ്ടാണ് പഴയ നിയമ പിതാക്കന്മാരിൽ ഒരാൾ അനുഭവിച്ച കഷ്ടത എന്ന് അവിടെ ചോദിച്ചത്. എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യം ഗലാത്യ ലേഖനത്തിൽ നിന്നാണ്. നമുക്കറിയാം 6 അധ്യായമേ ഉള്ളൂ. വചനം വായിച്ച് തന്നെ എല്ലാവരും ഉത്തരങ്ങൾ കണ്ടെത്തുക. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ന്യായപ്രമാണം എത്ര വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായി? ഓപ്ഷൻ എ 100 വർഷം, ഓപ്ഷൻ ബി 300 വർഷം, ഓപ്ഷൻ സി 430 വർഷം. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം: ന്യായപ്രമാണം എത്ര വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായി? ഓപ്ഷൻ എ 100 വർഷം, ഓപ്ഷൻ ബി 300 വർഷം, ഓപ്ഷൻ സി 430 വർഷം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് എന്തു കൊയ്യും? ഓപ്ഷൻ എ നാശം, ഓപ്ഷൻ ബി നിത്യജീവൻ, ഓപ്ഷൻ സി ദുഃഖം. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം: ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് എന്തു കൊയ്യും? ഓപ്ഷൻ എ നാശം, ഓപ്ഷൻ ബി നിത്യജീവൻ, ഓപ്ഷൻ സി
ദുഃഖം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. പൗലോസിന് മുഖപരിചയമില്ലാത്ത സഭ ഏതാണ്? ഓപ്ഷൻ എ യെരുശലേം സഭ, ഓപ്ഷൻ ബി യഹൂദയിലെ ക്രിസ്തു സഭകൾ, ഓപ്ഷൻ സി അന്ത്യോക്യയിലെ സഭ. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പൗലോസിന് മുഖപരിചയമില്ലാത്ത സഭ ഏതാണ്? ഓപ്ഷൻ എ യെരുശലേം സഭ, ഓപ്ഷൻ ബി യഹൂദയിലെ ക്രിസ്തു സഭകൾ, ഓപ്ഷൻ സി അന്ത്യോക്യയിലെ സഭ. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം ഇതാണ്. തൂണുകളായി എണ്ണപ്പെട്ടവർ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. തൂണുകളായി എണ്ണപ്പെട്ടവർ ആരാണ്? അഞ്ചാമത്തെ ചോദ്യം. ആരാണ് ശപിക്കപ്പെട്ടവർ? ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ആരാണ് ശപിക്കപ്പെട്ടവർ? ആറാമത്തെ ചോദ്യം ഇതാണ്. സ്വയം വഞ്ചിതനാകുന്നത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി. സ്വയം വഞ്ചിതനാകുന്നത് ആരാണ്? ഏഴാമത്തെ ചോദ്യം. കപടത്താൽ തെറ്റിപ്പോയവൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി. കപടത്താൽ തെറ്റിപ്പോയവൻ ആരാണ്? എട്ടാമത്തെ ചോദ്യം. സ്നാനം എന്തിനാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സ്നാനം എന്തിനാണ്? ഒൻപതാമത്തെ ചോദ്യം. ആരംഭം എങ്ങനെ, അവസാനം എങ്ങനെ? ഒൻപതാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ആരംഭം എങ്ങനെ, അവസാനം എങ്ങനെ? പത്താമത്തെ ചോദ്യം, അവസാന ചോദ്യം ഇതാണ്. അല്പം, കുറച്ച് ഈ വാക്കുകൾക്ക് പകരം പറഞ്ഞിരിക്കുന്ന പദം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. അല്പം, കുറച്ച് ഈ വാക്കുകൾക്ക് പകരം ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദം ഏതാണ്? ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഉത്തരങ്ങൾ അയക്കേണ്ട നിബന്ധനകളൊന്ന് പറയാം. ഒരു ദിവസമാണ് ഉത്തരം അയക്കുവാനുള്ള സമയം. ഉത്തരത്തോടൊപ്പം റെഫറൻസ് ആവശ്യമാണ്. എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് തന്നെ അയക്കുക. ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട നിബന്ധനകൾ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. പുതുതായിട്ട് ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കാണ് പറഞ്ഞത്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ സാലി ജോസഫ് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ശേഖരിക്കണമെന്നായിരുന്നു. ഞാനത് സംശയം ചോദിച്ചായിരുന്നു. അത് കാരണം പിന്നെ സേവിക്കണമെന്ന് എഴുതി വെച്ചു. തീർച്ചയായിട്ടും ഈ പ്രിയ ആൻറ്റിയാണ് ആദ്യം വന്ന് സംശയം ചോദിച്ചത്. പക്ഷേ എനിക്ക് അപ്പോൾ അത് എൻ്റെ ചോദ്യം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഞാനത് പെട്ടെന്ന് ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയോട് അങ്ങനെ ഒരു ആൻസർ കൊടുത്തു വിടുകയായിരുന്നു. എന്നാൽ പിന്നീട് അതെനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടതുകൊണ്ട് ബാക്കി എല്ലാ ആൻസറും ശരിയാണെങ്കിൽ ആൻറ്റിയുടെ ആൻസറും തീർച്ചയായിട്ടും ശരി ഉത്തരം അയച്ചവരുടെ കൂട്ടത്തിൽ എടുക്കുന്നതായിരിക്കും. സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ റെനി സാം, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ലിസ സുമോദ്, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ ജലജ, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ ബിന്നി ബേബി, സിസ്റ്റർ ശോശമ്മ കുര്യാക്കോസ്, സിസ്റ്റർ ഷീന ജസ്റ്റിൻ, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ ആൻസി തോമസ് ജോൺ, സിസ്റ്റർ ലിധി തോമസ്, സിസ്റ്റർ സുമ തോമസ്. സിസ്റ്റർ സുമ തോമസ് നമ്മുടെ ലൈവിന് താഴെ വന്നിട്ടാണ് ആൻസർ അയച്ചിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ അയക്കുന്ന ആൻസർ നമ്മൾ പരിഗണിക്കുകയില്ല. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. ആ വീഡിയോയുടെ അനുബന്ധിച്ചുള്ള ഒരു ലൈവ് ആയതുകൊണ്ട് മാത്രം ഇപ്രാവശ്യം ആൻസർ പരിഗണിക്കുകയാണ്. ഇനിയും ഇങ്ങനെ മറ്റാരും മറ്റൊരു വീഡിയോയ്ക്കും താഴെ പോയി കമൻറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ താഴെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്ക് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റെവിടെയെങ്കിലും കൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉത്തരം ഒരുപക്ഷെ കാണാതെ പോയേക്കും. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ ഗീതു ജസ്റ്റിൻ, സിസ്റ്റർ റീന മൈക്കിൾ, സിസ്റ്റർ പ്രവീണ സുനിൽ,
സിസ്റ്റർ ആലീസ് യോഹന്നാൻ, സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ മീഖ ഷെറിൻ, സിസ്റ്റർ നിഖിത എസ് എൽ, സിസ്റ്റർ അനിത ലിജി, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ നാൻസി, സിസ്റ്റർ ആശ എ, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ അന്നമ്മ ജോർജ്, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ സാറാമ്മ ജോസഫ്, സിസ്റ്റർ ലിജി മാത്യു. ഇത്രയും പേരാണ് നമ്മുടെ ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. ശരിയുത്തരം അയച്ച് വിജയികളായവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ റജിമോൾ, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ സൂസമ്മ തോമസ്. ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ച് വിജയികളായിരിക്കുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതുതായി പങ്കെടുക്കുന്ന ആരും നിരാശരാകേണ്ട കാര്യമില്ല. ഇനിയും അനേക ലേഖനങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ചോദ്യങ്ങൾ വരും. നിങ്ങൾക്കും വിജയിയാകാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ആരും നിരാശരാകേണ്ട. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക്, ചർച്ചിലെ മെമ്പേഴ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും ദൈവവചനം പഠിക്കുവാനായിട്ട് അത് കാരണമായി തീരും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് പ്രവർത്തിക്കാം. അതിനായിട്ട് ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ലോക സമാധാനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ ഒരുമിച്ച് മറയ്ക്കുമാറാകട്ടെ. ആമേൻ.